വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഓർമ്മിക്കുക, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ ശിഷ്യഗണത്തിലേക്കാണ്. അവിടെ ബലവാന്മാരെന്നോ ശക്തന്മാരെന്നോ പണ്ഡിതനെന്നോ ഉള്ള വ്യത്യാസമില്ല. തന്നോടുകൂടി ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് അധികാരം നൽകുന്നതിനുമായി ആദ്യം 12 പേരെ നിയോഗിച്ചു. അവഗണിക്കപ്പെട്ടവന്റെ ഉള്ളിലും ഒരു ദൈവിക ഭാവമുണ്ടെന്ന് എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോഴേ ഹൃദയത്തിൽ ദൈവത്തെ കാണുവാനും ദൈവികമായ തെരഞ്ഞെടുപ്പ് നടത്തുവാനും കഴിയൂ. സമൂഹം ഉപേക്ഷിച്ചവരെയായിരിക്കും ദൈവം തന്റെ പ്രവാചക നിയോഗങ്ങൾക്കായി തിരഞ്ഞെടുക്കുക. ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ ഹൃദയത്തിൽ കൊത്തിയെടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ അപരനെ വീണ്ടെടുക്കുവാൻ സാധിക്കാതെ പോകുന്നത്? അവിടെ നമ്മുടെ പ്രവാചക ദൗത്യം പരാജയപ്പെടുകയില്ലേ? ദൈവിക തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. നന്മകൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് അവിടത്തേക്കുള്ളത്. ദൈവിക തെരഞ്ഞെടുപ്പുകളുടെ മാനദണ്ഡം മനുഷ്യനോടുള്ള സ്നേഹവും കാരുണ്യവും നന്മയുമാണ്. എന്നാൽ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാകട്ടെ സ്വന്തം താല്പര്യത്തിനു വേണ്ടിയാണെന്ന് മാത്രം. ഓരോ തിരഞ്ഞെടുപ്പും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോഴേ സമൂഹത്തിന് നന്മയുണ്ടാകൂ. മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിൽ സ്വന്തം കാര്യങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് സാധാരണക്കാരെയും നിസ്സഹായരെയും ദൈവം തന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കാനായി ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുത്തത്. നമ്മുടെ ഹൃദയത്തിലെ സ്വർഗീയ സാന്നിധ്യമായിരിക്കും ശരിയായ തിരഞ്ഞെടുപ്പിന് നമ്മെ സഹായിക്കുക. അതുകൊണ്ട് ശരിയായ ഉൾക്കാഴ്ചയോടെ ദൈവത്തിന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കാനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ സ്നേഹമാശ്ചര്യമേ, യേശുവിൻ ത്യാഗമാശ്ചര്യമേ, യേശുവിൻ സ്നേഹമാശ്ചര്യമേ, യേശുവിൻ ത്യാഗമാശ്ചര്യമേ. പാപികളെ തേടി വന്നു തിരുരുധിരം, ക്രൂശിൽ ചൊരിഞ്ഞ സ്നേഹമാശ്ചര്യമേ. പാപികളെ തേടി വന്നു തിരുരുധിരം, ചൊരിഞ്ഞ സ്നേഹമാശ്ചര്യമേ. എത്രയോ ആശ്ചര്യമേ, അത്രമേൽ അത്ഭുതമേ, യേശുവിന്റെ നാമം എത്ര മധുരിതമേ. എത്രയോ ആശ്ചര്യമേ, അത്രമേൽ അത്ഭുതമേ, യേശുവിന്റെ നാമം എത്ര മധുരിതമേ.
ചൊരിഞ്ഞ സ്നേഹമേ